മറ്റൊരു റിവായത്തിൽ ഒരിക്കൽ ഒരു വ്യക്തി വന്നിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലയോട് പറയാണ്, ഖാല അല്ലാഹു തആല ഉദ്ഊനി അസ്തജിബ് ലക്കും. സൂറത്തു ഗാഫിറിന്റെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയാണ്, ഈ വ്യക്തി വന്നിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലയോട് ചോദിക്കുകയാണ്, ഫമാ ബാലുന, നമ്മുടെ അവസ്ഥ, ഞങ്ങളുടെ അവസ്ഥ എന്താണ്? നദ്ഉ ഫലാ യുസ്തജാബു ലനാ, ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം, ഈ ആളുകളുടെ അവസ്ഥ, നാട്ടിലത്തെ ആളുകളുടെ അവസ്ഥ അറിയാം. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം അവരോട് മറുപടി പറഞ്ഞു, മിൻ അജ്ലി ഖംസതി അഷ്യാ, 5 കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടാത്തത്? ദുആയിൽ ഉത്തരം ചെയ്യപ്പെടാത്തത് എന്ന് പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞു? അപ്പൊ ചോദിച്ചു, വമാഹിയ, ഏതൊക്കെയാണത്? പറഞ്ഞു, അറഫ്തുമുല്ലാഹ് ഫലം തുഅദ്ദു ഹഖ്ഖഹു, നിങ്ങൾക്ക് അള്ളാഹിനെ അറിയാം, അള്ളാഹ്ക്ക് നിങ്ങളുടെ മേലെയുള്ള അധികാരത്തെ അറിയാം, അള്ളാഹുവിനോട് നിങ്ങൾ വീട്ടേണ്ട ബാധ്യതകളെ അറിയാം, പക്ഷെ നിങ്ങളത് വീട്ടിൽ കൊടുക്കുന്നില്ല, അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കുന്നില്ല. വഖറഅതുൽ ഖുർആൻ ഫലം തഅമലൂ ബിമാ ഫീഹി, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷെ അതനുസരിച്ച് കർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നെ പറഞ്ഞു, നുഹിബ്ബുർ റസൂൽ വതറക്തും സുന്നതഹു, പിന്നെ പറഞ്ഞത് റസൂലിനെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പാഴാക്കുന്നു. നൽഅൻ ഇബ്ലീസ് വഅതഅതുമൂഹു, ഇബ്ലീസിനെ ശപിക്കുന്നു, പക്ഷെ ഇബ്ലീസിനെ അനുസരിക്കുന്നു. 5-ാമത്തേത് പറഞ്ഞു, തറക്തും ഉയൂബക്കും വഅഖൽതും ഫീ ഉയൂബിൻ നാസ്, സ്വന്തം ന്യൂനതകളെ കുറിച്ച് ആലോചിക്കാതെ മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കി നടക്കുന്നു. ഈ 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യപ്പെടാതെ പോകുന്നത്. അതിൽ ആദ്യം പറഞ്ഞ 2 കാര്യം എന്താണ്? ഇൽമുണ്ടായിട്ട് അമലില്ലാത്ത അവസ്ഥയെ പറ്റിയിട്ടാണ്. ഉത്തരം ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമായി അത് മാറും എന്നാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നത്.